നമുക്കിന്ന് യോഹന്നാന്റെ ലേഖനം, 2-ാം ലേഖനത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. 2-ാം ലേഖനത്തിനകത്തും നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളുടെ മറുപടിയുണ്ട്. പ്രശ്നങ്ങളല്ല ഉള്ളത്, പ്രശ്നങ്ങളുടെ മറുപടിയുണ്ട്. നമുക്ക് ഈ ലേഖനം ഒന്ന് ശ്രദ്ധിക്കാം. ഇന്ന് ഒരു ദിവസം കൊണ്ട് വളരെ ലളിതമായ, വളരെ കുറച്ച് വാക്യങ്ങൾ മാത്രമുള്ള 2 ലേഖനങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. ഓക്കെ, എന്നാൽ അതിൽ ഗഹനമായ ചില വിഷയങ്ങളുണ്ട്, പ്രത്യേകിച്ച് 2-ാം ലേഖനത്തിൽ. ഇത് എഴുതുന്നത് ഒരു സ്ത്രീക്കാണ്. ഒരു സ്ത്രീക്കും മക്കൾക്കും എന്ന് പറഞ്ഞ് അഡ്രസ് ചെയ്യുന്ന ഒരു ലേഖനമാണിത്. നമ്മിൽ വസിക്കുന്നതും നമ്മോട് കൂടെ എന്നേക്കും ഇരിക്കുന്നതുമായ സത്യനിമിത്തം ഞാൻ മാത്രമല്ല, സത്യത്തെ അറിഞ്ഞിരിക്കുന്നവർ എല്ലാവരും സത്യത്തിൽ സ്നേഹിക്കുന്ന മാന്യ നായികയാർക്കും മക്കൾക്കും മൂപ്പനായ ഞാൻ എഴുതുന്നത്. ഇത് അവസാനിക്കുമ്പോൾ ഈ സഹോദരിയോട് തന്നെ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ലാസ്റ്റ് വാക്യം, അവിടുത്തെ മാന്യ സഹോദരിയുടെ മക്കൾ വന്ദനം ചെയ്യുന്നു. ദാറ്റ് കുഡ് ബി അനദർ ലേഡി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ മക്കൾ വന്ദനം ചെയ്യുന്നു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇവിടെ എന്താണ് യോഹന്നാൻ എഴുതുന്ന ആർക്കാണ്? ഈ വാക്യം പലരും വിചാരിച്ചിരിക്കുന്നത് ഈ മാന്യ നായകിയാരെന്ന് പറയുന്ന ആള്, അതായത് എലക്ട് ലേഡി, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ സഹോദരി ഒരു സഭയുടെ ശുശ്രൂഷകയാണ്, സഭയുടെ ഹെഡാണ് എന്നുള്ള രീതിയിൽ പലരും ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിക്കാനുള്ള യാതൊരു റെഫറൻസും ഇവിടെ ഇല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ലേഖനം ഒരു സഭയിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു ഹെഡായ, സഭയിലാകുമ്പോൾ ഹെഡ് എന്നുള്ള വാക്ക് വരുന്നതിൽ മുതിർന്ന, അനേകം മക്കളുള്ള, ആത്മാവിൽ അനേകം സന്തതികളുള്ള, അനേകം ആളുകളെ പരിപാലിച്ചിട്ടുള്ള ഒരു, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു സഹോദരിക്ക് എഴുതിയത് എന്ന് നമുക്ക് അനുമാനിക്കാം. ഇത് ഒരു പക്ഷേ സഹോദരിമാരുടെ ഒരു ശുശ്രൂഷയിലേക്കും കൂടെയാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പൊല്ലോസിനെ പോലെയുള്ള ആളുകളെ വളർത്തിയെടുത്തത് ഒരു കുടുംബമാണ്. അക്വിലായും പ്രിസ്കിലയും ചേർന്നുള്ള കുടുംബം. അതുപോലെ അനേകം സഹോദരങ്ങളെ വളർത്തിയെടുക്കാൻ മാതൃസ്ഥാനത്ത് മുതിർന്ന സഹോദരിമാർ എന്നും മെന്റേഴ്സായിട്ട് കർത്താവിന്റെ സഭയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. സഭയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഭവനമാണോ അതോ ഒരു സഭയാണോ എന്ന് പോലും വ്യക്തമല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മൂപ്പന്മാരിൽ ഒരാളല്ല ആ സഹോദരി. കാരണം യോഹന്നാൻ ഇങ്ങനെയാണ് പറയുന്നത്, മൂപ്പനായ ഞാൻ എഴുതുന്നു. അപ്പോൾ മൂപ്പനായ ഞാൻ മാന്യയായ ഒരു സഹോദരിക്കും അവരുടെ മക്കൾക്കും എഴുതുന്നതെന്ന് മാത്രമാണ് ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ മാന്യയായ ഒരു സഹോദരിക്കും, ഇലക്ട് ലേഡി എന്ന് മാത്രമേ ഉള്ളൂ. മാന്യ നായികയാരെന്നുള്ളൊരു പഴയ മലയാളം പ്രയോഗമാണ്. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇലക്ട് ലേഡി എന്ന് മാത്രമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട മാന്യയായ സഹോദരിയുടെ മക്കൾക്കും എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു എക്ലിസിയാസ്റ്റിക്കൽ പൊസിഷൻ അല്ല, ഒരു വേദശാസ്ത്രപരമായ ഒരു സഭയിൽ ഒരു പൊസിഷനായിട്ട് നമുക്ക് ഈ വാക്യങ്ങൾ കൊണ്ടൊന്നും മനസ്സിലാകുന്നില്ല. അതേ സമയത്ത് തന്നെ ഒരു സഭയിൽ സഹോദരിമാരുടെ ശുശ്രൂഷകൾ വളരെ പ്രധാനമാണ് എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. അനേകം സഭകളുടെയും പണിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ അവിടുത്തെ സഹോദരിമാരുടെ ശുശ്രൂഷകളാണ്. ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിച്ചപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കേരളത്തിലെ പല സഭകളും അടുക്കള വഴിയാണ് വളർന്നത്. അടുക്കള വഴി സഭ എങ്ങനെയാണ് വളരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനേകം സഹോദരിമാര് വിശ്വാസത്തിൽ നിലനിൽക്കുന്നതും വിശ്വാസത്തിലേക്ക് വരുന്നതും ഇങ്ങനെയുള്ള മെന്റർ ചെയ്യാൻ പറ്റുന്ന സഹോദരിമാരിലൂടെയാണ്. അങ്ങനെ അനേകം ആളുകളെ കർത്താവ് ഈ സഭയുടെ ചരിത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എക്ലിസിയാസ്റ്റിക്കൽ, സഭയിലുള്ള ഒരു ഒഫീഷ്യൽ പൊസിഷൻ അല്ല. അതായത് ഒരു മൂപ്പൻ സ്ഥാനമല്ല,
ഒരു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു സൈഡില് സഹോദരിമാരുടെ ശുശ്രൂഷയുടെ പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ തന്നെ വേറൊരു സഭയിൽ അവരെന്തിനെല്ലാം കാര്യത്തിൽ റെസ്ട്രിക്റ്റഡ് ആണ് എന്നുള്ള കാര്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ട് കാര്യങ്ങളിൽ മാത്രമാണ് സഹോദരിമാരുടെ ശുശ്രൂഷ വേണ്ട എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ആ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ്. വചനം പഠിപ്പിക്കാനുള്ള റൈറ്റ്. അത് പ്രത്യേകിച്ചും ദൈവത്തിന്റെ സഭയിൽ മൂപ്പന്മാരുടെ പ്രസൻസിൽ, അതായത് സഭാ കൂടിവരവുകൾ, വിശുദ്ധന്മാരുടെ ഒരു സഭയിലും സ്ത്രീകൾ വചനം പഠിപ്പിക്കാനോ സഭയെ ലീഡ് ചെയ്യാനോ കർത്തൃത്വം നടത്താനോ അനുവദിക്കുന്നില്ല. ഈ രണ്ട് കാര്യങ്ങൾ സഹോദരിമാരെ പൗലോസ് അനുവദിക്കുന്നില്ല എന്ന് എടുത്തു പറയുന്നുണ്ട്. 1 തിമോത്തിയോസ് 2 അധ്യായത്തിലാണ് അത് കൂടുതൽ ക്ലാരിറ്റിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. 1 തിമോത്തിയോസ് 2 അധ്യായത്തിന്റെ 12 വാക്യം, മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. അപ്പൊ ഇത് പൗലോസിന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പലരും ഞാൻ എന്ന് പ്രയോഗിച്ചിരിക്കുന്നുണ്ട്. പലരും അങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഞാൻ എന്ന് പ്രയോഗിച്ചത് കൊണ്ട് അത് പൗലോസിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് അല്ലാത്തതിന്റെ കാരണം ഞാൻ പറയാം. ഇനി ആണെങ്കിൽ തന്നെ പൗലോസിന്റെ അഭിപ്രായം എപ്പോഴും എന്റെ അഭിപ്രായത്തെക്കാളും നല്ലതാണ് എന്നുള്ളതാണ് നമ്മൾ അപ്പോസ്തലിക ഉപദേശത്തിന് കീഴടങ്ങുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈൻ. പൗലോസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബെറ്റർ ദാൻ വാട്ട് ഐ സെഡ്. എന്റെ ന്യായങ്ങൾ എത്ര നന്നായിരുന്നാലും പൗലോസ് പറഞ്ഞാൽ അത് ബൈൻഡിങ് ആണ്. അതിന് യാതൊരു സംസ്കാരവും അതിന് തടസ്സമല്ല. അപ്പോൾ സ്ത്രീകൾ സഭയിൽ ഉപദേശിക്കുവാനോ കർത്തൃത്വം നടത്തുവാനോ ഞാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അനുവദിക്കുന്നില്ല എന്ന് തന്നെയാണ്. പക്ഷെ അവർക്ക് മെന്ററിങ് റോളുകളുണ്ട്. അത് നമുക്ക് ഈ യോഹന്നാന്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ശുശ്രൂഷക്കാരിയായ ഫേബയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ശുശ്രൂഷകൾ ആളുകളെ കർത്താവിലേക്ക് നയിക്കുവാനും അവർക്ക് കർത്താവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും സ്പിരിച്വലി വീക്കായിട്ടുള്ളവരെ മെന്റർ ചെയ്യാനും ഒക്കെ പറ്റുന്ന അനേക ശുശ്രൂഷകൾ സഹോദരിമാർക്കുണ്ട്. സുവിശേഷം പറയുന്ന ശുശ്രൂഷകളുണ്ട്. പ്രത്യേകിച്ചും ഓരോ സമയത്തും ഓരോ സഭകളിലും സഹോദരിമാരുടെ ശുശ്രൂഷകൾ പ്രത്യേകിച്ച് ആ സഭയുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാനമായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ രണ്ട് കാര്യങ്ങളിൽ സ്ത്രീ അനുവദിക്കുന്നില്ല എന്നുള്ളത് എല്ലാ സഭകളും വളരെ ഹമ്പിളായിട്ട് സ്വീകരിക്കേണ്ട ഉപദേശമാണ്. കർത്തൃത്വം നടത്താൻ, അതായത് പാസ്റ്ററായിട്ടിരിക്കാൻ, അധ്യക്ഷനായിരിക്കാൻ, അത് മൂപ്പന്മാരെ പോലെ ഭരിക്കുവാനോ അതേസമയത്ത് ഉപദേശിക്കുവാനോ, അതൊരു പ്രീച്ചിങ് ആയാലും ടീച്ചിങ് ആയാലും ഇറ്റ്സ് നോട്ട് പെർമിറ്റഡ്. അതേസമയത്ത് സാക്ഷ്യം പറയാം, അതേസമയത്ത് പ്രാർത്ഥിക്കാം, പ്രവചിക്കാം. കാരണം മൂടുപടം ഇടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന സ്ത്രീ തന്റെ തലയെ അപമാനിക്കുന്നു എന്ന് ബൈബിളിൽ പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? മൂടുപടം ഇട്ടാൽ പ്രവചിക്കാമെന്നാണ്. മൂടുപടം ഇടാതെ പ്രവചിച്ചാലാണ് പ്രശ്നം. മൂടുപടം ഇടാതെ പ്രാർത്ഥിച്ചാലാണ് പ്രശ്നം. മൂടുപടം ഇട്ട് ചെയ്യാം. മുഖം മുഴുവൻ മൂടണം എന്നല്ല, തല മൂടി സഹോദരിമാർക്ക് പ്രവചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ബാക്കി എല്ലാ ശുശ്രൂഷകളും ചെയ്യാം. പക്ഷേ ലീഡർഷിപ്പ് ആൻഡ് ടീച്ചിങ്, ഈ രണ്ട് കാര്യങ്ങളിൽ പാടില്ല. അതേസമയത്ത് സുവിശേഷ പ്രസംഗം ഒരു അവിശ്വാസിയോടാണെങ്കിൽ, അവിശ്വാസികളോട് സംസാരിക്കുകയാണെങ്കിൽ, സഭാമൂപ്പന്മാരുടെ പ്രസൻസ് അല്ല, സഭാമൂപ്പന്മാരോടല്ല, അവിശ്വാസികളോടാണ് സംസാരിക്കുന്നതെങ്കിൽ ആരുടെയെല്ലാം ഹൃദയത്തിൽ കർത്താവുണ്ടോ അവർക്കെല്ലാം സംസാരിക്കാം. അതിൽ സ്ത്രീയോ പുരുഷനോ ഇല്ല. ക്രിസ്തുവിന്റെ കാര്യത്തിൽ നമുക്ക് സ്ത്രീയോ പുരുഷനോ ഇല്ല. യേശുക്രിസ്തുവിന്റെ സുവിശേഷ സംബന്ധമായോ രക്ഷാസംബന്ധമായോ ഏറ്റുപറച്ചിലിൽ, കൺഫെഷനിൽ, ആരാധനയിൽ, സ്തോത്രത്തിൽ, സ്തുതികളിലൊന്നും പുരുഷനോ സ്ത്രീയോ എന്ന വ്യത്യാസമില്ല. സ്വർഗത്തിലുള്ള സ്റ്റാറ്റസിലും പുരുഷനോ സ്ത്രീയോ എന്നില്ല. എന്നാൽ സഭയിലെ മൂപ്പന്മാര് ഉള്ള സഭയിൽ, അതായത് സഭ പണിയപ്പെട്ട കൂടി വരുന്ന അപ്പം നുറുക്കുന്ന ഒരു സഭയിൽ ഒരു സഹോദരി, അതാണ് വിശുദ്ധന്മാരുടെ സകല സഭയിലും എന്ന പോലെ എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് എടുത്തു പറയുന്നത്. നമ്മളൊരു ഡീനോമിനേഷൻ എന്ത് പഠിപ്പിക്കുന്നുള്ളതിനേക്കാളും
വചനം എന്ത് പഠിപ്പിക്കും? ഇത് നമ്മുടെ വ്യാഖ്യാനത്തെക്കാളും പ്രധാനമാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ടീച്ചിങ്സ് എന്ന് പറയുന്നത്. നമുക്കിത് 100,000 തരത്തിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ അതിനേക്കാളും പ്രധാനമാണ് വചനം ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് എന്ത് സംസാരിക്കുന്നു എന്നുള്ളതിന്റെ ഫസ്റ്റ് മീനിങ്. ഇപ്പോൾ ഒരാൾക്ക് വായിക്കുമ്പോൾ ആദ്യം മനസ്സിലാകുന്ന മീനിങ്, അത് വളരെ പ്രധാനമാണ്. ഓക്കെ, ഇപ്പോൾ പലരും ഈ സ്ത്രീകൾ സ്ത്രീകൾ പ്രാർത്ഥിക്കുന്നതിന്, ആരാധിക്കുന്നതിനൊക്കെ ഒബ്ജക്ഷൻ പറയാറുണ്ട്. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് തീർത്തും ഒഫെൻസീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം രക്ഷിക്കപ്പെട്ട ആർക്കും ദൈവത്തെ സ്തോത്രം ചെയ്യാം. അത് തടയാൻ കഴിയില്ല. കാരണം അങ്ങനെ തടഞ്ഞിട്ടില്ല. പ്രാർത്ഥിക്കുന്നത് തടഞ്ഞിട്ടില്ല. പക്ഷെ അധീനതയ്ക്ക് മാർക്ക് ഉണ്ടായിരിക്കണം, അധീനതയ്ക്ക് അടയാളം ഉണ്ടായിരിക്കണം. ഷീ ഷുഡ് ബി സബ്മിറ്റഡ് ടു ദ ബോഡി ഓഫ് എൽഡേഴ്സ്. ഇതെന്തുകൊണ്ടാണ് ക്രിസ്തുവിൽ സ്ത്രീയും പുരുഷനും ഇല്ലാഞ്ഞിട്ട് പോലും? നമുക്കറിയാം, പഴയ നിയമത്തിൽ പോലും ദെബോറയെ പോലുള്ള പ്രോഫറ്റസ് ഉണ്ടായിരുന്നു. ഫിലിപ്പോസിന്റെ 4 മക്കൾ പ്രോഫറ്റസസ് ആയിരുന്നു. ഒരാളെന്നോട് ചോദിച്ചിട്ടുണ്ട് ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കാമെന്ന്. ഈ ബൈബിൾ സ്കൂൾ തന്നെ ദൈവത്തിന്റെ ഹിതമാണോ എന്ന് എനിക്ക് നിശ്ചയമില്ലാത്തതുകൊണ്ട് അവിടെയൊക്കെ നടക്കുന്നതെല്ലാം ദൈവത്തിന്റെ ഹിതമാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോ there are no rules pertaining to the Bible college because I don't think Bible college comes within the ambit of God's word. ഞാൻ ബൈബിൾ കോളേജിന് എതിരല്ല, എന്നാൽ പോലും ഞാൻ ആളുകളെ ബൈബിൾ കോളേജ് പറഞ്ഞു വിടാൻ തയ്യാറാണ്. എന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ട്രെയിനിങ് സെന്റർ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ദൈവം അങ്ങനെ ഒരു ബൈബിൾ കോളേജ് ഒന്നും ഒരിടത്ത് സ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ട് അതിന് നിയമങ്ങളും കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ ബൈബിൾ കോളേജിനെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്ന് ഒരിടത്തും കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് സഭകൾ മാത്രമേ പണിതിട്ടുള്ളൂ. ഒരു സഭയിൽ വന്നു വേണം ഒരാൾ വചനം പഠിച്ച് ശുശ്രൂഷയിലാകുവാൻ. സഭ വചനം പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ബൈബിൾ കോളേജുകൾ വേണ്ടി വരുന്നത്. ഒരു സഭയിൽ 2-3 വർഷം ഇരിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും അടിസ്ഥാന വേദപ്രമാണങ്ങൾ, വീണ്ടെടുപ്പിനെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും വിശുദ്ധീകരണത്തെക്കുറിച്ചും തേജസ്കരണത്തെക്കുറിച്ചും ഉപദേശരൂപത്തെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉള്ളവരാകണം. അതിന് ബൈബിൾ കോളേജിന്റെ ആവശ്യമില്ല. നമ്മൾ പഠിക്കുന്ന മാനസികമായ ജ്ഞാനം കൊണ്ടല്ല. പക്ഷെ ഇന്ന് ബൈബിൾ കോളേജിൽ ആവശ്യമായിരിക്കുന്നത് സഭകൾ ആ പണി ചെയ്യാത്തതുകൊണ്ടാണ്. സഭയിൽ സാക്ഷ്യം പറയുന്ന സമയത്ത് പലപ്പോഴും പ്രബോധനവും സാക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സാക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ കർത്താവ് എന്നെ നടത്തിയ കാര്യങ്ങളാണ് പറയുന്നത്. അത് എനിക്ക് വചനത്തിൽ നിന്ന് ഇങ്ങനെ മനസ്സിലായി, ഞാൻ ദൈവത്തിന്റെ വചനത്തെ ഇങ്ങനെ അനുഭവിച്ചു, എന്റെ ജീവിതത്തിൽ അതിങ്ങനെ വിക്ടറി ആയിരുന്നു, ഇങ്ങനെയാണ് എനിക്കിത് മനസ്സിലായത് എന്ന് പറയുന്നതാണ് ശരിക്കും സാക്ഷ്യം. പ്രബോധനം എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, നിങ്ങൾ എന്താണ് ഇങ്ങനെ ജീവിക്കുന്നത്, നിങ്ങൾ എങ്ങനെ നടന്നാൽ മതിയോ? ഇത് അധികാരത്തിന്റെ ശബ്ദമാണ്. അധികാരത്തിന്റെ ശബ്ദം ആവശ്യമില്ലാതെ പുരുഷന്മാർ ഉപയോഗിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മൾ സ്നേഹത്തിൽ തന്നെ അത് സംസാരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് ഈ കസേരയിൽ ഇരിക്കുമ്പോൾ 2 വർത്തമാനം പറയണമെന്നും സ്റ്റേജിൽ ഇരിക്കുമ്പോൾ മുമ്പ് ഇരിക്കുന്നവരെയൊക്കെ ഒന്ന് ഇരുത്തണമെന്നൊക്കെ തോന്നുന്നത് ആ ബാബേൽ ഗോപുരത്തിന്റെ ഒരു സ്പിരിറ്റാണ്. നമ്മൾ കർത്താവിനെ പോലെ ശുശ്രൂഷ ചെയ്യേണ്ടവരാണ്. അതുകൊണ്ട് സഹോദരിമാരായാലും സഹോദരന്മാരായാലും തർജ്ജനത്തോടു കൂടി സംസാരിക്കുന്നത് അതുപോലെ ഒരു ആവശ്യം വന്നെങ്കിൽ മാത്രമേ, അത് വളരെ റെയറിറ്റിയില് ചർച്ചിന്റെ ഒരു എഗ്രിമെന്റിലൂടെ ചെയ്യണമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതർവൈസ് നമ്മളെല്ലാം കർത്താവിന്റെ കൃപ ഓരോ സെക്കൻഡിലും ആവശ്യമുള്ളവരാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഞാൻ കർത്താവിന്റെ കൃപ വളരെയധികം ആവശ്യമുള്ള ഒരാളാണ്. അപ്പൊ ഓരോ സമയത്തും കൃപയിൽ നിൽക്കുന്ന ഒരാൾക്ക് വേറൊരാളെ വിധിക്കാൻ കഴിയില്ല. കാരണം എല്ലാവരും നിർത്തുന്നവനാലും നടത്തുന്നവനാലും ഓടിപ്പിക്കുന്നവനാലുമാണുള്ളത്, സ്റ്റേജിലിരിക്കുന്നവനല്ല. അതുകൊണ്ട് ഈ സ്റ്റേജ് മാനിപ്പുലേഷൻസ് എന്ന് പറയുന്നതും സ്റ്റേജിൽ നിർത്തി മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതും അധികാരം പ്രയോഗിക്കുക എന്ന് പറയുന്നതും, ചില ആൾക്കാർക്ക് മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ, പഴയകാലത്ത് പാസ്റ്റർമാർക്കും ഉണ്ട് അതിനൊരു വലിയ പ്രശ്നം. അത് ആൾക്കാരെല്ലാം ഒന്ന് അനുസരിപ്പിച്ചൊന്ന് കാണുമ്പോൾ അവർക്കൊരു പ്രത്യേക സന്തോഷമാണ്. ആ പുറകിലിരിക്കുന്നവരൊന്ന് ഫ്രണ്ടിലോട്ട് വലിച്ചിരുത്തി, അല്ലെങ്കിൽ ഒന്ന് എഴുന്നേപ്പിച്ച് ഒന്ന് ഇരുത്തി, ഒന്ന് അങ്ങോട്ട് തിരിപ്പിച്ച്, ഒന്ന് കൈ ഒന്ന് കൊട്ടിച്ച്, അപ്പൊ നമ്മൾ പറയുന്നൊക്കെ കേൾക്കുന്ന കുറെ ആൾക്കാരെ കാണുന്നത് ഒരു സന്തോഷം. കണ്ടോ, ഞാൻ പറയുമ്പോൾ ഇത്രയും പേര് എഴുന്നേക്കാനുണ്ടല്ലോ എന്ന് ഉള്ളിൽ നിന്ന് ചിലപ്പം പറയുന്നുണ്ടായിരിക്കും. സോ ഇങ്ങനെയുള്ള അധികാരങ്ങളുടെ എക്സ്പ്രഷൻസ് മാക്സിമം ഇല്ലാതാകുന്നതാണ് നല്ലത്. ഇത് പണ്ട് സാക് പുന്നൻ ഒരു ചെറിയ സ്റ്റോറി, പുള്ളിയുടെ അനുഭവം പറഞ്ഞിട്ടുണ്ട്.
സാക് പുന്നന്റെ കഥ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു കഥയാണ്. ഉം, അദ്ദേഹം പണ്ട് നേവിയിലായിരുന്നല്ലോ ആള്. നേവിയില് വലിയ അഡ്മിറലൊക്കെ ആയി പോകേണ്ട ഒരാളായിരുന്നു. പക്ഷെ കർത്താവിന്റെ സുവിശേഷം കിട്ടിയപ്പോൾ അഡ്മിറലൊക്കെ കളഞ്ഞു പുള്ളി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. സ്കൂട്ടറിൽ ട്രാക്ടൊക്കെ പോസ്റ്ററൊക്കെ വെച്ച് ബാംഗ്ലൂർ സിറ്റിയിലൂടെ വളരെ കഷ്ടപ്പെട്ട് വളരെ ഹമ്പിൾ രീതിയിൽ പുള്ളി സുവിശേഷം പറഞ്ഞ് അങ്ങനെ അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി സഭയുണ്ടായി. അപ്പൊ സഭയുണ്ടായി കഴിഞ്ഞപ്പോൾ ഈ നേവിയിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് പുള്ളിക്ക് ഭയങ്കര നിഷ്ഠയായിരുന്നു. 9 മണി എന്ന് പറഞ്ഞാൽ 9 മണി, 9:30 ആൾക്കാർ വന്നില്ലെങ്കിൽ ഭയങ്കര കാരണം അങ്ങനെയാണല്ലോ ഈ പട്ടാളത്തിലെ കമാൻഡിങ് ഓഫീസേഴ്സ് ഒക്കെ. അപ്പൊ അദ്ദേഹം പറഞ്ഞ കഥയാണ്, ഒരു ദിവസം ചർച്ചിൽ നോക്കിയപ്പം 10 മണിയായിട്ടും ആൾക്കാരെത്തുന്നില്ല. 10 10:15 10:30 ആയപ്പോഴേക്കും ആൾക്കാർ ഓരോരുത്തർ വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്ക് ട്രെയിൻ കിട്ടാനോ ട്യൂഷൻ സെന്ററിൽ പോകാനോ ഫ്ലൈറ്റിൽ പോകാനോ ആണെങ്കിൽ കൃത്യസമയത്ത് 2-3 മണിക്കൂർ മുൻപേ ഓടി അവിടെ ചെല്ലാൻ നിങ്ങൾ ഉത്സാഹിക്കുന്നവർ, ദൈവത്തിന്റെ ആരാധനയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞായറാഴ്ച രാവിലെ സമയത്ത് വരാൻ പറ്റാത്തത് ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി ശരിയല്ലേ, സംഗതി ശരിയാ. പക്ഷെ പുള്ളി അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് കർത്താവ് പുള്ളിയോട് ഒരു ചോദ്യം ചോദിച്ചു, നീ സത്യത്തിൽ രാജാവാണോ അതോ ദാസനാണോ? അപ്പൊ അദ്ദേഹം പിറ്റേ ദിവസം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു, ഞാൻ 9:30 ആകുമ്പം റെഡി ആയിരിക്കും, ഐ ആം ദ സെർവൻറ്റ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കഴിക്കാം. 9:30 മുതൽ ഇവിടെ സംഗതി റെഡിയാണ്, ഞാൻ ഇവിടെ ഉണ്ടാവും. കർത്താവ് എന്നോട് ഇങ്ങനെയാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ സഭയ്ക്ക് മനസ്സിലായി ഇത് ചില്ലറ കളിയല്ല, ഇവിടെ ഒരു ദൈവം ഉണ്ട്, ആ ദൈവത്തിനൊരു ദാസനുണ്ട്, അനുസരിക്കുന്ന ഒരാളുണ്ട് എന്ന് അവർക്ക് പിടികിട്ടി. അപ്പൊ ഇത് പിടികിട്ടുന്നതാണ് ശരിക്കുള്ള ഗൗരവം എന്ന് പറയുന്നത്. അല്ലാതെ ഈ മനുഷ്യന്റെ ശാസനകളല്ല ഒരു മനുഷ്യനെ വിശദീകരിക്കുന്നത്. എനിക്കത് വലിയൊരു പാഠമായിരുന്നു. ഇത് ഞാൻ പറയുമ്പോൾ ബ്രദർ സാക് പറയുന്ന എല്ലാ ഉപദേശങ്ങളും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. എനിക്ക് എന്റേതായ വേദപുസ്തകത്തിൽ ഞാൻ വിശ്വസിക്കുന്ന കുറെ കാര്യങ്ങളിൽ എനിക്ക് ഒബ്ജക്ഷൻ തീർച്ചയായിട്ടും ഉണ്ട്. ബട്ട് there are certain areas where we find it very fruitful to listen to him. Okay, with care. All right. അപ്പോൾ ഈ ഒരു കർത്തൃത്വം നടത്തുക, അധികാരം നടത്തുക എന്ന് പറയുന്നത് പാസ്റ്റേഴ്സിന് പല സമയത്ത് ഒരു ഒബ്സഷനാണ്. ഇപ്പൊ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ആ ടോൺ എല്ലാം അങ്ങ് മാറും. സ്റ്റേജിലോട്ട് കയറി നിന്ന് കഴിയും നീ എന്നും അവനെന്നും ഇവനെന്നും ഒക്കെ ആക്കി ആകെ കോലാഹലമാക്കി കളയും. സോ വി നീഡ് ടു ഹാവ് ദാറ്റ് ഹംബിൾനെസ് ബിഫോർ ദ ലോർഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ വലിയ ആളുകളൊന്നും അല്ല, ഇതൊക്കെ നമുക്ക് തോന്നുന്നതാണ്. ശരിക്കും നമ്മൾ ആരാണെന്ന് കർത്താവിന്റെ വെളിച്ചത്തിൽ നോക്കിയാൽ നമ്മൾ ഒരു ശ്വാസം പോലും ഇല്ലാത്ത വെറും നിസ്സാരന്മാരാണ്. അതേ കൃപയിൽ നമ്മളെക്കാളും കൃപയിൽ നിൽക്കുന്നവരായിരിക്കും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഹൗ ഡു വി ജഡ്ജ്? ഹൗ ഡു വി ഡിസൈൻ? ഓക്കെ, അപ്പോൾ കർത്തൃത്വം നടത്തുന്ന ഒരു ശുശ്രൂഷകളും സ്ത്രീകളെ അനുവദിക്കുന്നില്ല. നാളെ ഒരു ശാസന വേണ്ടി വന്നാൽ ഈ സ്ത്രീകൾക്ക് അത് ചെയ്യാൻ കഴിയില്ല, പാടില്ല. അതുകൊണ്ടാണ് കർത്തൃത്വം നടത്തുന്ന അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പൗലോസിന്റെ അഭിപ്രായമോ ഒരു സംസ്കാരമോ അല്ല. പൗലോസിന്റെ അഭിപ്രായമോ സംസ്കാരമോ അല്ല ഇത്. അതിന്റെ കാരണം അവിടെ ഒരു തിയോളജിക്കൽ റീസൺ ആണ് പൗലോസ് പറയുന്നത്. ആ തിയോളജിക്കൽ റീസൺ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കൊരു പക്ഷെ പൗലോസിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞ് ഒഴിയാമായിരുന്നു. പക്ഷെ അവിടെ ഒരു തിയോളജിക്കൽ റീസൺ, വേദശാസ്ത്രപരമായ ഒരു കാരണം പൗലോസ് പറയുന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ വായിച്ച വാക്യം, മൗനമായിരിക്കാൻ അല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. അടുത്തതാണ് തിയോളജി. ആദം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹവ്വ. ആദമല്ല സ്ത്രീ അത്ര വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടതാരാ? സ്ത്രീയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം തിയോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് അവിടെ വന്നിരിക്കുന്നുണ്ട്. അതായത് വഞ്ചനയെക്കുറിച്ചും ആദ്യ പാപം, ആ വീഴ്ചയെക്കുറിച്ചും സൃഷ്ടിയെക്കുറിച്ചും ഒക്കെ അവിടെ പരാമർശിച്ച് അതിൽ നിന്നുണ്ടായ ഒരു റീസൺ ആയിട്ടാണ് പൗലോസ് അത് അവിടെ അവതരിപ്പിക്കുന്നത്. അതുപോലെ തലയിൽ മൂടുപട ഇടണമെന്ന് പറയുന്നത്, അവിടെയും പൗലോസിന്റെ അഭിപ്രായം നമുക്ക് പറയാമെങ്കിലും അവിടെ ഒരു തിയോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് പൗലോസ് അതിന്റെ കൂടെ പറയുന്നുണ്ട്. ദൂതന്മാർ നിമിത്തം അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണം.
ദർ ഷുഡ് ബി എ മാർക്ക് ഓഫ് സബ്മിഷൻ ബിക്കോസ് ഓഫ് ദ മെസ്സഞ്ചേഴ്സ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സന്ദേശം വഹിക്കുന്നവർ നിമിത്തം, ഒരു ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു എന്നൊരു മാർക്ക് ഉണ്ടായിരിക്കണം, ഒരടയാളം ഉണ്ടായിരിക്കണം എന്നുള്ളൊരു തിയോളജി കൂടെ അതിൻ്റെ കൂടെ, ദൈവശാസ്ത്രം കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അതും നമുക്ക് ബൈൻഡിങ് ആയി മാറുവാണ്. അത് പ്രാർത്ഥിക്കുമ്പോഴും പ്രവചിക്കുമ്പോഴും മതി എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യുമ്പോൾ മതി. ഇപ്പൊ നിങ്ങൾ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ അത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. വചനത്തിൽ അങ്ങനെ പറയുന്നില്ല. വചനത്തിൽ പറയുന്നത് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുമ്പോൾ തലയിൽ മൂടുപടമിടാതെ ചെയ്യുന്ന സ്ത്രീ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അതല്ലാതെ ഇപ്പൊ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ, വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അങ്ങനെയുള്ള സാധാരണ സമയങ്ങളിൽ ഇങ്ങനെ ചെയ്യണമെന്ന് എഴുതിയിട്ടില്ല. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ യോഹന്നാന്റെ 2 നമ്മൾ തിരിച്ചു വരുമ്പോൾ, അവിടെ ഈ സ്ത്രീകളുടെ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സഭയിലായാലും എവിടെയായാലും സഹോദരിമാര് ആത്മാവിൽ വളരുക എന്നുള്ളതും ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അവർ ചെയ്യുന്ന പോലെ ഒരുപക്ഷെ പുരുഷന്മാർക്ക് ചെയ്യാൻ കഴിയില്ല. 2 സഹോദരിമാർ തമ്മിൽ ഷെയർ ചെയ്യുന്ന പോലെ 2 സഹോദരന്മാർ തമ്മിൽ ഷെയർ ചെയ്യാൻ സാധ്യത കുറവാണ്. ആണോ അല്ലയോ? എന്ത് തോന്നുന്നു? നിങ്ങൾ ഉത്തരം പറയേണ്ട. എല്ലാവരും മ്യൂട്ടാണ്. ആർക്കും മ്യൂട്ട് അഴിക്കാനും പറ്റില്ല. കാരണം അവിടെ ഇവിടെയൊക്കെ പലതും അഴിഞ്ഞും തുറന്നൊക്കെ പോകുന്നുള്ളതുകൊണ്ട് നമുക്ക് ആകെ ഡിസ്ട്രാക്ഷൻ ആവുന്നുണ്ട്. ഞാൻ എല്ലാവരെയും പൂട്ടി വെച്ചിരിക്കാം. ഓക്കെ, അവസാനം അഴിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാറ്റിലിട്ടാൽ മതി. ഓൾറൈറ്റ്. അപ്പോൾ 2 സഹോദരിമാരിരുന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന അത്ര തുറന്ന് 2 സഹോദരന്മാരിരുന്ന് സംസാരിക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരിമാരുടെ ശുശ്രൂഷയ്ക്ക് സഭയിൽ കൗൺസിലിങ്ങിന്റെ തലത്തിലായാലും മെന്ററിങ്ങിന്റെ തലത്തിലായാലും വളരെയധികം പ്രാധാന്യമുണ്ട്. അത് നമ്മുടെ സഭയിലായാലും എവിടെയായാലും സഹോദരിമാർ ശുശ്രൂഷയിൽ വളർന്നു വരേണ്ടത് വളരെ പ്രധാനമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഈ നമ്മിൽ വസിക്കുന്നതും നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കുന്നതുമായ സത്യനിമിത്തം ഞാൻ മാത്രമല്ല സത്യത്തെ അറിഞ്ഞിരിക്കുന്നവർ എല്ലാവരും സത്യത്തിൽ സ്നേഹിക്കുന്ന. സത്യവും സ്നേഹവുമാണ് യോഹന്നാന്റെ ഏറ്റവും പ്രധാനമായിട്ടും വെളിപ്പെടുത്തുന്ന 2 കാര്യങ്ങൾ. യോഹന്നാന്റെ ലേഖനത്തിലും അങ്ങനെ തന്നെയാണ് അവസാനിക്കുന്ന. സത്യദൈവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇവിടെയും സത്യം തിരിച്ചറിഞ്ഞവർ. അപ്പൊ യേശുക്രിസ്തു തന്നെയാണ് നമ്മുടെ സത്യം, ക്രിസ്തുവാണ് സത്യം. ആ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞവരെ കുറിച്ചാണ് നമ്മൾ ഇത് പറയുന്നത്. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും പിതാവിന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ നിന്നും സ്നേഹത്തിലും സത്യത്തിലും. കണ്ടോ, എപ്പോഴും യോഹന്നാന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ട്രൂത്ത് ആൻഡ് ലവ് ആൻഡ് ഗ്രേസ്. അപ്പോ പൗലോസ് എപ്പോഴും കൃപയും സമാധാനവും എന്ന് പറയുമ്പം യോഹന്നാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഓക്കെ, ഇവിടെയും കൃപയും സമാധാനവും യോഹന്നാൻ പറയുന്നുണ്ട്. അതൊരു സ്റ്റാൻഡേർഡ് വന്ദനമാണ്. യഹൂദന്മാർ തമ്മിൽ എപ്പോഴും വന്ദനം ചെയ്യുമ്പം ശാലോം എന്ന് പറയുമായിരുന്നു. അത് സമാധാനമാണ്. ഇവിടെ നമ്മൾ പുതിയ നിയമത്തിലെ കൃപ കൂടി ആഡ് ചെയ്തിട്ടാണ് പറയുന്നത്. എന്നാൽ യോഹന്നാന് പ്രത്യേകം ഇഷ്ടമായിട്ടുള്ള 2 പദങ്ങളാണ് സ്നേഹവും സത്യവും. ട്രൂത്ത് ആൻഡ് ലവ്. നമുക്ക് നമ്മുടെ മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത് പലപ്പോഴും സത്യത്തെ മറച്ചു വെക്കുന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് സത്യത്തെ തുറന്നു കാണിക്കുന്നതാണ്. ട്രൂത്തും ലവും കൂടെ ഒന്നിച്ചു പോകുക എന്നുള്ളത് പ്രധാനമാണ്. ഒരു മനുഷ്യന്റെ സ്നേഹം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ആ മനുഷ്യനോട് ഉള്ള കാര്യം തുറന്നു പറയാൻ പറ്റാതെ പോകുന്നത് തെറ്റാണ്. ഓക്കെ, യഥാർത്ഥ സ്നേഹം എന്താണ്? ആ സത്യം നിങ്ങൾക്ക് എന്തെങ്കിലും കർത്താവ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ സത്യം വിളിച്ചു പറയുക എന്നുള്ളത് തന്നെയാണ്. ദാറ്റ്സ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ട്രൂത്ത് എന്ന് പറയുന്നതും ലവ് എന്ന് പറയുന്നതും ഒന്നിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ട്രൂത്ത് ഇല്ലാത്ത ലവ് മാനുഷികമാണ്. ലവ് ഇല്ലാത്ത ട്രൂത്ത് കൊലപാതകമാണ്. ശ്രദ്ധിച്ചോ? അത് ട്രൂത്ത് ഇല്ലാതെ നിങ്ങൾ സ്നേഹിച്ചാൽ അത് മാനുഷികമായ സ്നേഹമാണ്. എന്നാൽ ലവ് ഇല്ലാതെ നിങ്ങൾ ട്രൂത്ത് പറഞ്ഞാൽ അത് അവനെ കൊല്ലുന്ന പോലെയാണ്. കാരണം നമ്മൾ പലപ്പോഴും പലരെ ശാസിക്കാൻ വേണ്ടി ട്രൂത്ത് ഉപയോഗിക്കും ലവ് ഇല്ലാതെ. അപ്പൊ ലവ് ഇല്ലാതെ, സ്നേഹമില്ലാതെ സത്യം ഉപയോഗിക്കാൻ പാടില്ല.
സത്യമില്ലാതെ സ്നേഹവും പ്രയോഗിക്കാൻ പാടില്ല. ഇത് രണ്ടും ഒന്നിച്ചു പോകുന്നതാണ് അഗപ്പെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അഗപ്പയുടെ പ്രത്യേകത, നമ്മൾ എപ്പോഴും സ്നേഹത്തിൽ സത്യം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയുക എന്നുള്ളതാണ്. അതിൽ മടി വിചാരിക്കാതെ തുറന്ന് പറയും. പക്ഷെ അത് വലിയ കോലാഹലം ഉണ്ടാക്കും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ പല ആൾക്കാരും എന്നോട് സത്യം തുറന്നു പറഞ്ഞാലേ ബ്രദറെ എന്ന് പറഞ്ഞാലും പറഞ്ഞു കഴിയുമ്പം ഈ പറഞ്ഞ ആളോട് കൈപ്പോരും. പിന്നെയോ വിധിക്കാൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് ആർക്കും ആരോടും തുറന്നു പറയാൻ പേടിയാ. കാരണം പറഞ്ഞോ ബ്രദറെ ഇതാ പറഞ്ഞോ എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷ കൊണ്ടാണ് പറയുന്നത്. പറഞ്ഞു കഴിയുമ്പോഴല്ലേ വിവരം മനസ്സിലാവും. അതുകൊണ്ട് നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മൾ സഭകളിലാണെങ്കിൽ ആൾക്കാർ ചിന്തിക്കും, പ്രശ്നം ഉണ്ടാക്കാതെ അങ്ങ് പോവുകയാണെങ്കിൽ വലിയ പരിക്കില്ലാതെ പോവാം. അതുകൊണ്ട് എല്ലാം ഒന്നും കണ്ടു കേട്ടും മൈൻഡ് ചെയ്യണ്ട. പക്ഷേ ഒരാളെ കുറിച്ചുള്ള സത്യം വേറെ ആൾക്കാരോട് പറയുന്ന കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഒരാളെ കുറിച്ചുള്ള സത്യം അയാളോട് തന്നെ പറയുന്ന കാര്യമാണ് പറഞ്ഞത്. അത് അയാളോട് സ്നേഹത്തിൽ പറയണം. അത് പറയാതെ ഇരിക്കരുത്. പക്ഷെ അത് ഹംബിൾനെസ്സോടുകൂടി പറയാം. ഒരുപക്ഷെ നമ്മുടെ തെറ്റായിരിക്കും. അത് അദ്ദേഹം ക്ലാരിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ തെറ്റാണെങ്കിൽ ആണല്ലോ, അയ്യോ ശരിയാണല്ലോ, തെറ്റിപ്പോയല്ലോ എന്ന് പറയാനും നമുക്ക് പറ്റും. ഒരുപക്ഷെ നമ്മുടെ പെർസെപ്ഷന്റെ പ്രോബ്ലം ആയിരിക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സബ്മിറ്റ് ചെയ്യാനും, ഒരാളൊരു പ്രോബ്ലത്തിലാണെങ്കിൽ അത് കണ്ടുപിടിക്കാനും പറയാനും ഒക്കെ നമുക്ക് കഴിയുന്നത് ശരിക്കും ദൈവിക സ്നേഹത്തിന്റെ ഭാഗമാണ്. ഒരാൾക്ക് ദേഷ്യം വന്നാൽ അവൻ ദേഷ്യപ്പെട്ട് ഞാനത് പറഞ്ഞപ്പോഴേക്കും അവൻ ദൈവം അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമ്മളെല്ലാം ബലഹീനതകളുള്ളവരാണ്. ഓക്കെ. ആ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. എല്ലാ തലങ്ങളിലും തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. പക്ഷെ നമ്മൾ ഈ തുറന്നു പറയുക എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ആളുകളെ കണ്ടം ചെയ്യാറാണ് പതിവ്. നമ്മുടെ നീതി വെച്ച് വിലയിരുത്തി മറ്റുള്ളവരെ കണ്ടം ചെയ്യാം. ഓക്കെ. അപ്പോൾ സത്യവും സ്നേഹവും ഒന്നിച്ചു പോവുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും പ്രധാനമാണ്. ഞാൻ പലപ്പോഴും സ്നേഹം ആയിരിക്കാൻ വേണ്ടി സത്യത്തെ കോംപ്രമൈസ് ചെയ്യാൻ പലപ്പോഴും പ്രലോഭിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ പ്രലോഭനങ്ങളെ ജയിക്കേണ്ടത് യഥാർത്ഥ സ്നേഹം വെളിപ്പെടേണ്ടതിന് ആവശ്യമാണ്. അത് യഥാർത്ഥ സ്നേഹമാണോ എന്ന് നമ്മൾ അറിയണം കേട്ടോ. അല്ലാതെ ഒരാളെ തിരുത്താൻ വേണ്ടി പാഞ്ഞു നടക്കുന്ന സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. 5-6 പേരെ തിരുത്തിയേക്കാം. ഇതൊക്കെ നമ്മുടെ മനസാക്ഷിയായിരിക്കും ചെയ്യുന്നത്. ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ഇടപെടലിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. സ്നേഹത്തിൽ അത് ചെയ്യാൻ പറ്റണം. സ്നേഹം, തികഞ്ഞ സ്നേഹവും കരുണയും തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിന് ഇടപെടാവൂ. അല്ലെങ്കിൽ ഇടപെടാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ സേഫ്. അപ്പൊ സത്യവും സ്നേഹവും ഒന്നുപോലെ നമ്മളിൽ വസിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടായ്മകൾക്ക് ശരിയായ ദൈവികമായൊരു മീനിങ് തരുന്ന കാര്യമാണ്. ഓക്കെ. ഇപ്പൊ കൃപയും കനിവും സമാധാനവും നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. കൃപയും കനിവും എന്ന് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ കൃപ എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ തേജസ്സാണ്, മഹത്വമാണ്. അതുകൊണ്ടാണ് അതിന്റെ കൂടെ കനിവ് എന്നുള്ള വാക്കുകൂടെ എക്സ്ട്രാ ചേർത്തിരിക്കുന്നത്. സോ ദൈവത്തിന്റെ കൃപ നമ്മളിൽ വർദ്ധിച്ചു വരുന്നു, അവന്റെ കനിവും നമ്മുടെ കൂടെ ഇരിക്കുന്നു, അതോടൊപ്പം അവന്റെ സമാധാനവും നമ്മൾ അനുഭവിക്കുന്നു. ഈ കാര്യങ്ങൾ നമ്മൾ ഇനി വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല. ഐ തിങ്ക് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പിതാവിങ്കിൽ നിന്ന് കൽപ്പന ലഭിച്ചതുപോലെ അവിടുത്തെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് കണ്ട് ഞാൻ അത്യന്തം സന്തോഷിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അത് ബയോളജിക്കൽ ചിൽഡ്രനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. കാരണം അവിടുത്തെ മക്കളിൽ ചിലർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു 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 മാട്രിയാർക്ക് എന്ന് പറയാവുന്ന ഒരു കുടുംബത്തിന്റെ ഒരു മാട്രിയാർക്ക് എന്ന് പറയില്ലേ, പാട്രിയാർക്ക് എന്ന് പറയുന്ന പോലെ, പത്രിയാർക്കീസ് എന്ന് പറയുന്ന പോലെ ഒരു കുടുംബത്തിന്റെ മാട്രിയാർക്ക്, അതായത് ഏറ്റവും മുതിർന്ന ഒരു സഹോദരി, അനേകം മക്കളുള്ള, പഴയകാലമല്ലേ, അനേകം മക്കളും മക്കളുടെ മക്കളും ഒക്കെയുള്ള ഒരു അമ്മച്ചിയാണ് കഥാപാത്രം. ഓക്കെ. അത് ചർച്ച അല്ലെന്ന് നമുക്ക് തീർത്ത് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങളുടെ മക്കളിൽ ചിലരെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ദർ ഇസ് എ സ്ട്രോങ് പോസിബിലിറ്റി ദാറ്റ് ഇറ്റ് കുഡ് ബി എ ഹോം. ഓക്കെ. നമ്മുടെ പിതാവിങ്കിൽ നിന്ന് കൽപ്പന ലഭിച്ചതുപോലെ അവിടുത്തെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് ഞാൻ കണ്ട് അത്യന്തം സന്തോഷിച്ചു. എന്നിട്ട് പറയുകയാണ്, സത്യം കണ്ടിട്ടുണ്ട് ഞാൻ, പക്ഷെ സ്നേഹം. അടുത്തത്,
ഈ ചില കൂട്ടായ്മകളിൽ സത്യത്തെക്കുറിച്ച് ഭയങ്കര ശക്തമായിട്ട് ഒരു സംസാരിക്കുമ്പോഴും സ്നേഹം എന്ന് പറഞ്ഞൊരു ഫാക്ടർ കാണാറില്ല. നമുക്ക് രണ്ടുപേര് തമ്മിൽ കൂടിയിരിക്കുമ്പം രണ്ടുപേർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയാൻ തയ്യാറാവണം. പക്ഷെ സ്നേഹത്തിൽ പറയാൻ തയ്യാറാകണം. സത്യവും സ്നേഹവും ഒന്നിച്ചു പോകണം. ഇവിടെ പറയാണ്, ഇനി നായികയാരെ, സത്യം കുറെ പേർ അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. ഇനി നായികയാരെ നാം അന്യോന്യം സ്നേഹിക്കണമെന്ന പുതിയ കൽപ്പനയായിട്ടല്ല, ആദ്യം മുതൽ നമുക്കുള്ളതായിട്ട് തന്നെ ഞാൻ അവിടത്തേക്ക് എഴുതി അപേക്ഷിക്കുന്നു. ഇപ്പോൾ വളരെ സീനിയർ ആയിട്ടുള്ള നല്ല പൊസിഷനിലുള്ള ഒരു ലേഡിയോടാണ് ഇത് അറിയിക്കുന്നത്. ഓക്കെ, നാം അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകുന്നു. നിങ്ങൾ ആദ്യം മുതൽ കേട്ടതുപോലെ അനുസരിച്ച് നടപ്പാനുള്ള കൽപ്പന ഇതത്രേ. അപ്പൊ കൽപ്പനകളിൽ ഒന്ന് ഇതത്രയെന്നല്ല, അനേകം കൽപ്പനകളിൽ ഒന്ന് സ്നേഹം അത്രയെന്നല്ല. നിങ്ങൾ ആദ്യം മുതൽ അനുസരിച്ച് നടക്കേണ്ട സത്യം ഇതാണ്. ദിസ് ഈസ് ദാറ്റ് വൺ കമാൻഡ്മെന്റ് ടു ലവ് വൺ അനദർ. അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൽപ്പന. ഓക്കെ, യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവരാകുന്നു. ഇതാ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. യേശുക്രിസ്തു ജഡത്തിൽ വന്നു, നമുക്കായി വന്നു, ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് വിശ്വസിക്കാത്തവരെല്ലാം വഞ്ചകരും, വേറൊരു വിശ്വാസം പ്രചരിപ്പിക്കുന്നവരെല്ലാം വഞ്ചകരും എതിർ ക്രിസ്തുവും ആകുന്നു. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ എന്നെ വിളിച്ചു. ഒരു 3 ദിവസമായുള്ളൂ. മിനിയാന്ന്. അപ്പൊ ഞാനൊരു അപ്പോയിന്റ്മെന്റ് കൊടുത്തു. അദ്ദേഹം വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇസ്രായേലും നോടുള്ള നിയമം ന്യായപ്രമാണം തന്നെയാണ്, സഭയോടുള്ള നിയമമാണ് വേറെ. യേശുക്രിസ്തു പ്രസംഗിച്ച മുഴുവൻ ഇസ്രായേലിനോടാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ വരെ ഇസ്രായേലിനോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, പൗലോസിന്റെ ലേഖനങ്ങൾ മുതൽ എന്ന് പറഞ്ഞു. അതുപോലെ യേശുവിന്റെ ആദ്യകാല ശിഷ്യന്മാർ യഹൂദന്മാരായിരുന്നു. അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നു, യെരുശലേം സഭ പഠിപ്പിച്ചുകൊണ്ടിരുന്നു എല്ലാം യഹൂദ മതത്തെക്കുറിച്ചാണ്. യഹൂദ മതത്തിൽ ക്രിസ്തുവും കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് ജാതികളിൽ നിന്ന് വരുന്ന ആൾക്കാരിൽ നിന്ന് അധികം ഒന്നും ചുമത്തണ്ടെന്ന് പറഞ്ഞെങ്കിലും യഹൂദന്മാരുടെ നിയമങ്ങൾ അവർ തുടർന്നു പോന്നിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പത്രോസ് ഉൾപ്പെടെയുള്ള 12 അപ്പോസ്തലന്മാർ യേശുക്രിസ്തു യഹൂദന്മാരോട് ന്യായപ്രമാണത്തിനകത്ത് നിന്നാണ് ശുശ്രൂഷിച്ചത്. പൗലോസ് എന്ന ഒരു തലതിരിഞ്ഞ ഒരാൾ മാത്രമാണ് വേറൊരു കാര്യം അവതരിപ്പിച്ചത്. എത്ര സൂത്രത്തിലാണ് വന്നിരിക്കുന്നത് ആലോചിക്കുക. ഞാൻ പറഞ്ഞു, പത്രോസും അത് തന്നെ ശരിയെന്നാണല്ലോ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാനും അതേ വിശുദ്ധീകരണത്തെക്കുറിച്ച് തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. യഹൂദന്മാർക്ക് വേണ്ടിയല്ല, ലോകത്തിന് മുഴുവൻ വരാനുള്ള ഒരു നല്ല വാർത്ത എന്നാണല്ലോ യേശുക്രിസ്തുവിനെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്നത്. അതുപോലെ നിങ്ങൾ സകല ജാതികളോടും സുവിശേഷം പറയണം എന്ന് പറഞ്ഞാണല്ലോ കർത്താവ് വിട്ടത് എന്നൊക്കെ പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു, അത് ഞാൻ വിശദമായിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് അയച്ചു തരാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏത് വിശ്വാസത്തിലുള്ള ആളാണ്, ഏത് ചർച്ചിൽ പോകുന്ന ആളാണ്, നിങ്ങൾക്കറിയണോ ഏത് ചർച്ചിൽ പോകുന്ന ആളായിരുന്നെന്ന്? ഒരു ചർച്ചിലും പോകുന്ന ആളല്ല, മുസ്ലിമാണ്. ഒരു മുസ്ലിമാണ് അദ്ദേഹം. എങ്ങനെയാ വരുന്നതെന്നറിയോ? പൗലോസിനെ കട്ട് ചെയ്യണം, മറ്റ് ലേഖനങ്ങളെല്ലാം ടാമ്പേഡ് ആണെന്ന്, അതായത് മായം കലർന്നതെന്ന് പറയണം. ഓക്കെ, എന്നിട്ട് അവസാനം പറയണം, യഹൂദന്മാർക്ക് ന്യായപ്രമാണം കൊടുത്തു, കർത്താവ് യഹൂദന്റെ ആളായിട്ടാണ് വന്നത്, നമുക്ക് എല്ലാവർക്കും വന്ന് മുഹമ്മദ് നബിയാന്ന് പറയിപ്പിക്കാൻ വേണ്ടി വളഞ്ഞു. അതാണ് വഞ്ചന എന്ന് പറഞ്ഞ സാധനം. ഞാൻ ചോദിക്കുന്നവരെ പുള്ളി ആരാന്ന് പുള്ളി പറയുന്നില്ല, മുഹമ്മദ് നബിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല. നമ്മളാണ് ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ സുവിശേഷം പറയാൻ വേണ്ടി വന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ നമ്മൾ തുടങ്ങുന്നത്. ഞങ്ങൾ കർത്താവിനെ കുറിച്ച് പറയാൻ വന്നവരാട്ടോ, ഇങ്ങനെയല്ല തുടങ്ങുന്നത്. ഇവരങ്ങനെയല്ല. ഇതിനാണ് നമ്മൾ വഞ്ചന എന്ന് പറയുന്നത്. ഇവരെവിടെയെല്ലാം പോവും, ആരെയെല്ലാം വിളിക്കും. അപ്പോൾ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് അതെങ്ങനെ നമ്മളെ ചുറ്റിക്കണമെന്ന് ഇന്ന് ലിറ്റു എന്ന് പറയുന്ന സഹോദരൻ കാനഡയിൽ നിന്നൊരു മെസ്സേജ് എനിക്ക് അയച്ചു തന്നു. ഗോഡ് ക്യാപിറ്റൽ GOD എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ അർത്ഥം അല്ലാഹു എന്നാ വരുന്നത്, ദൈവം എന്നല്ല. അതാരും ഒപ്പിച്ചിരിക്കുന്ന. അപ്പൊ അതിന് താഴെ അത് ഫീഡ്ബാക്ക് ഇട്ട് അത്
ദൈവം ആക്കാൻ പറ്റും, നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് കുറെ പേര് സജസ്റ്റ് ചെയ്ത് തരുമ്പോൾ അത് അങ്ങനെ ആവുമായിരിക്കും. അപ്പൊ ഇത് വഞ്ചന എന്ന് പറയുന്ന ഒരു സാധനം, ഈ ക്രിസ്തു ജഡത്തിൽ വന്നിട്ടില്ല എന്ന് പറയുന്ന എല്ലാവരുടെയും സ്ട്രാറ്റജി വഞ്ചനയിൽ മാത്രമേ നിൽക്കുള്ളൂ. കാരണം സത്യം, സ്നേഹം യേശുക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. ട്രൂത്ത്, നമുക്ക് ട്രൂത്ത്ഫുൾ ആയിട്ട് ഒരാളോട് ഒരു വഞ്ചനയും കലർത്താതെ, വളഞ്ഞ വഴി പ്രയോഗിക്കാതെ ഡയറക്റ്റ് ആയിട്ട് ലോകത്തുള്ള സകല മനുഷ്യരോടും പറയാൻ പറ്റുന്നത് യേശുക്രിസ്തുവിന്റെ സുവിശേഷം മാത്രമാണ്. അത് സത്യമായതുകൊണ്ട് തന്നെ അതെപ്പോഴും നമുക്ക് ഒരു ഭയവുമില്ലാതെ, വേറെ ആരെയും ആക്രമിക്കാതെ നമുക്ക് നമ്മുടെ കാര്യം പ്രസന്റ് ചെയ്യാൻ കഴിയും. കാരണം നമുക്കൊരു സുവിശേഷം പറയാനുണ്ട്, നമുക്കൊരു വലിയ ഡെലിവറൻസിന്റെ കഥ പറയാനുണ്ട്. നമ്മളെ കർത്താവ് രക്ഷിച്ച ആ കാര്യം നമുക്ക് പങ്കുവെക്കാൻ വേറെ ആരെയും ആക്രമിക്കാതെ നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവരാകുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ ഈ വീഡിയോ എല്ലാം അയച്ചു തന്നാൽ കാണാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കാണാനൊന്നും പറ്റത്തില്ല, കാണാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഡിസ്കണക്ട് ചെയ്തു. ഓക്കെ, അടുത്ത വാക്യം, ഞങ്ങളുടെ പ്രയത്ന ഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പം അപ്പോസ്തലന്മാരുടെ പ്രവർത്തന ഫലം എന്താണ്? ഇത്രയും പേരെ സ്വർഗത്തിൽ കൊണ്ടുവന്നുള്ളതല്ല അപ്പോസ്തലന്മാരുടെ പ്രവർത്തന ഫലം, പ്രയത്നഫലം. അത് പോകുന്നത് എപ്പോഴാ? ഈ നമ്മൾ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കാതെ പോകുമ്പോഴാണ്. അപ്പൊ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ എന്തിനു വേണ്ടിയാ? നമ്മൾ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതല്ല, നമ്മൾ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കാൻ വേണ്ടിയുള്ളത്. അതായത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന വിശുദ്ധീകരണത്തിന്റെയും തേജസ്കരണത്തിന്റെയും പൂർണ്ണ രൂപം പ്രാപിക്കാൻ വേണ്ടിയാണ് അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകൾ. അപ്പൊ നമ്മൾ ആ പൂർണ്ണ രൂപത്തിലേക്കല്ല, ആ ഉപദേശത്തിലേക്കല്ല പോകുന്നെങ്കിൽ ഒരിക്കലും അപ്പോസ്തലന്മാരുടെ പ്രയത്നങ്ങൾ ഫലമുള്ളതായി തോന്നുകയില്ല, ഫലമുള്ളതായി അനുഭവപ്പെടുകയില്ല. അപ്പൊ അത് ഫലം കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പൂർണ്ണമായും ആ അപ്പോസ്തലികമായ ഉപദേശത്തിൽ നിന്നില്ലെങ്കിൽ അവരുടെ ആ പ്രയത്നം വെറുതെ ആയി പോകും. അപ്പോൾ അപ്പോസ്തലന്മാരുടെ അധ്വാനങ്ങൾ വെറുതെ ആകുന്നത് എപ്പോഴാണ്? നമ്മൾ സ്വർഗത്തിൽ പോകാതിരിക്കുന്നതല്ല ചോദ്യമില്ല, അത് കർത്താവ് നമുക്ക് തന്നതാണ്. എന്നാൽ ആ പൂർണ്ണ പ്രതിഫലം നമ്മൾ പ്രാപിച്ചില്ലെങ്കിൽ, അപ്പോൾ വിശ്വാസത്തിന് അനുസരണം ഉണ്ടായില്ലെങ്കിൽ, ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ, അപ്പോസ്തലന്മാരുടെ അധ്വാനം എല്ലാം വെറുതെ ആവുന്നതാണ്. അപ്പോസ്തലിക് ഡോക്ട്രിൻ തന്നെ എന്തിനു വേണ്ടിയാണ്? നമ്മളെ കൊണ്ട് സ്നേഹമെന്ന, അഗപ്പെ എന്ന ഫലം നമ്മളിന്ന് പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന, ബൗണ്ടറി ക്രോസ് ചെയ്യുന്ന, ക്രിസ്തുവിൽ നിലനിൽക്കാതെ എന്ന് പോലും അല്ല, പല ആൾക്കാരും ക്രിസ്തുവിൽ നിലനിൽക്കുന്ന അവകാശപ്പെടുന്നുണ്ട്, വേറെ ദുരുപദേശമാണെങ്കിൽ പോലും. പക്ഷെ ഇവിടെ പറയുന്ന ക്രിസ്തു ഉപദേശിച്ച ഉപദേശത്തിൽ, അതെന്താണ്? സ്നേഹമാണ്, ക്രിസ്തുവിന്റെ സ്നേഹം, കാൽവരി ക്രൂശിൽ അവൻ കാണിച്ച സ്നേഹം. ആ സ്നേഹത്തിൽ നിന്ന് വേർപെടുന്നവർ, അതായത് യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ നിഷേധിക്കുന്നവർ, ആ രക്ഷയെ നിഷേധിക്കുന്നവർ, യാഗത്തെ നിഷേധിക്കുന്നവർ, ക്രിസ്തുവിന്റെ ഉപദേശ രൂപത്തെ നിഷേധിക്കുന്നവർ, അങ്ങനെയുള്ളവർ, അവർക്കൊരുത്തനും ദൈവമില്ല. അപ്പൊ ഇത് ദുരുപദേശകരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നുള്ള, വഞ്ചകരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നുള്ള ഒരു ശക്തമായൊരു പ്രബോധനമാണിത്. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. അപ്പോൾ നമ്മൾ പിതാവിനെയും പുത്രനെ അനുഭവിക്കണമെങ്കിൽ അപ്പോസ്തലന്മാർ നമ്മൾക്ക് തന്ന ഉപദേശത്തിൽ നിലനിൽക്കണം. ഇത് അവനവന് തോന്നുന്ന പോലെ ബൈബിൾ വ്യാഖ്യാനിക്കുന്നതല്ല. അവനവനിസം എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിലൊരു പ്രയോഗമല്ല, മലയാളത്തിലുള്ള പ്രയോഗമല്ല, ഇത് രണ്ടും കൂടെ ചേരുന്ന ഒരു പ്രയോഗമാണ്. അവനവനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ബൈബിൾ വായിച്ചപ്പോൾ തോന്നിയത് ബ്രദറെ ഇങ്ങനെയാണ്, എന്നോട് ഇന്നലെ ദൈവാത്മാവ് സംസാരിച്ചു കേട്ടോ, ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഒന്നും ആയിരിക്കില്ല. ഇതിനാണ് നമ്മൾ അവനവനിസം എന്ന് പറയുന്നത്. അപ്പൊ അടിസ്ഥാനമായി ഉപദേശങ്ങൾ പഠിക്കുന്നില്ല, പക്ഷെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ഈ അപ്പോസ്തലന്മാർ നമ്മളോട് പഠിപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ആ ഉപദേശത്തിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് പിതാവിനെയും പുത്രനെ അനുഭവിക്കാൻ പറ്റത്തില്ല. ആ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിന്റെ പൂർണ്ണ പ്രതിഫലം അതെന്താണോ ആ ഒരു പൂർണ്ണ പ്രതിഫലം നമുക്ക് പ്രാപിച്ചെങ്കിൽ മാത്രമേ അവരുടെ ശുശ്രൂഷ ഫലപ്രദമാവുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ. ഓക്കെ, ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ, അതായത് ഈ ഒരു ക്രിസ്തുവിന്റെ ഉപദേശം കൊണ്ടല്ലാതെ, ക്രിസ്തു ജഡത്തിൽ വന്നു, നമുക്ക് വേണ്ടി വന്നു, ദൈവമായവൻ അത് വിട്ട് താഴ്ന്ന ഭൂമിയിലേക്ക്, ദൈവത്തോടുള്ള
ആ സമത്വം മഹത്വം മുറുകെ പിടിക്കാതെ അവൻ താഴ്ന്ന ലോകത്തിലേക്ക് മനുഷ്യരൂപത്തിൽ വന്ന് നമുക്ക് വേണ്ടി മരിച്ചു, ജഡത്തിൽ നടന്നു, രക്തത്താലും വെള്ളത്താലും വന്നു എന്ന് വിശ്വസിക്കാത്ത ഒരാളെയും നിങ്ങളുടെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കുശലം പറയുകയും അരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അവിശ്വാസികൾ വീട്ടിൽ വന്നാൽ ചായ കൊടുക്കരുതെന്നല്ല, സ്വാധീനിക്കാൻ വന്നാൽ, അതായത് ഈ ഉപദേശവുമായിട്ട് വന്നാൽ, അതായത് നമ്മളെ ഉപദേശിക്കാൻ വേണ്ടി വന്നാൽ അവന്റെ കൂടെ ഇരുന്ന് ചായ കുടിക്കേണ്ട കാര്യമില്ല. ഒരു ക്രിസ്തുവിന് വിരോധമായ ഒരു ഉപദേശം നമ്മളോട് പറയാൻ വേണ്ടി ഒരാൾ നമ്മുടെ അടുത്ത് വന്നാൽ അവനോടുകൂടെ കൂട്ടായ്മ പാടില്ല. കുശലം പറഞ്ഞാൽ അവന്റെ ദുഷ്പ്രവൃത്തികൾക്ക് നമ്മളും കൂട്ടാളികളായി മാറും. അപ്പൊ ഇപ്പൊ നമുക്ക് ഇപ്പൊ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത ഒത്തിരി സുഹൃത്തുക്കളും സഹോദരങ്ങളും നമുക്കുണ്ടായിരിക്കും. പക്ഷെ അവരാ ഉപദേശവുമായിട്ട് വരുന്നവരല്ല. അവരുടെ ഉപദേശം ജീവിക്കുന്നു, നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളോട് ചുമ്മാ തർക്കിക്കാൻ വേണ്ടി അതും ഇതൊക്കെ പറയുന്നു. അങ്ങനെയല്ല ഇത്. ഒരാൾ യേശുക്രിസ്തുവിൽ നിന്ന് വിരോധമായ ഒരു ഉപദേശവുമായി നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ആ ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവനുമായിട്ട് കുശല പ്രശ്നം നടത്തരുത്. അവനുമായി യാതൊരുവിധ ആർഗ്യുമെന്റിനും നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മൾ ആർഗ്യൂ ചെയ്താലല്ലേ ഈ സത്യം ലോകത്തിന് മനസ്സിലാവുള്ളൂ. അങ്ങനെ യാതൊരുവിധ ഡിബേറ്റിനും പോകേണ്ട കാര്യമില്ല. കാരണം എന്നെ ഒത്തിരി പേര് ഡിബേറ്റിന് വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഡിബേറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി മാത്രം എന്നോട് പറയരുത്. കാരണം നമ്മൾ ജയിക്കാം, കുറച്ചു നേരം കഴിയുമ്പോൾ ജഡമല്ലേ, ജയിക്കണം എന്ന് ആഗ്രഹം തോന്നും. അപ്പൊ എങ്ങനെയെങ്കിലും എന്റെ പൊസിഷൻ വിട്ടുപോകരുതല്ലോ. അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് ഓർമ്മ വന്നില്ലെങ്കിൽ സത്യം ഇതാന്ന് എനിക്കറിയാം, എനിക്കതിന് മറുപടി പറയാൻ കിട്ടിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവനോട്, കാരണം മനുഷ്യരെല്ലാം കാണുമല്ലേ, അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് 2-ാം ലേഖനത്തിൽ കാണുന്നത്. നിങ്ങൾക്ക് എഴുതുവാൻ പലതുമുണ്ടെങ്കിലും കടലാസിലും മഷി കൊണ്ടും എഴുതുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വന്ന് മുഖാമുഖമായി സംസാരിപ്പാൻ ആശിക്കുന്നു. അപ്പം എത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മൾക്ക് എന്തെല്ലാം കിട്ടണോ അതെല്ലാം യോഹന്നാൻ പേന കൊണ്ട് തന്നെ എഴുതി. ഇനി അവരോട് പേഴ്സണലായിട്ട് പറയാനുള്ള കുറെ കാര്യങ്ങളുണ്ട്, അത് യോഹന്നാൻ പേഴ്സണലായിട്ട് പറഞ്ഞോളൂ. പക്ഷെ യോഹന്നാൻ അപ്പോഴും അറിയില്ല ഇതെല്ലാം ബൈബിളായിട്ട് 2000 വർഷങ്ങൾക്ക് ശേഷം ചേസ് എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഇരുന്ന് ഇത്രയും പേരോട് ഇത് വായിച്ചു കേൾപ്പിക്കുന്നൊന്നും യോഹന്നാൻ ചിന്തിക്കുന്നൊന്നുമില്ല. യോഹന്നാൻ ഒരു കത്ത് എഴുതി, അതിനകത്ത് നമുക്കുള്ളത് കർത്താവ് സൂക്ഷിച്ചു വെച്ചു, ബാക്കിയുള്ളത് മാന്യ നായികർക്കും പിള്ളേർക്കും കൊടുത്തു. അതുപോലെ പൗലോസും പത്രോസും യാക്കോബും പറഞ്ഞതും എഴുതിയതുമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലില്ല, ആവശ്യമില്ല. ദൈവം നമുക്ക് കരുതി വെച്ചത്, നമുക്ക് വേണ്ടത് സഭയ്ക്ക്, ഒരു സഭയുടെ പൂർണ്ണമായ പരിപാലനത്തിന്, ഒരു മനുഷ്യന്റെ വിശുദ്ധീകരണത്തിനും വേണ്ടി ദൈവം കരുതി വെച്ചതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ആ ഒരു ദൈവികമായ പ്രൊവിഡൻസിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മളുടെ ആവർത്തിക്കപ്പെടുന്നത്. സ്നേഹം, സത്യം, ദുരുപദേശങ്ങളോടുള്ള നമ്മുടെ ആ ഒരു പോരാട്ടം, ക്രിസ്തുവിൻ്റെതെന്ന് തോന്നിപ്പിക്കുന്ന വ്യാജങ്ങൾ മനുഷ്യനിലേക്ക് തിരിച്ചുവിടുന്ന, എതിർ ക്രിസ്തുവിലേക്ക് തിരിച്ചുവിടുന്ന വ്യാജങ്ങളെ സൂക്ഷിക്കുവാനും കൂടെ നമ്മളെ ഈ വചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നു. ഓക്കെ, ഇത് നമ്മൾ യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ ഓടിച്ചിട്ട് തീർക്കുമൊന്നുമല്ല കേട്ടോ, കാരണം നമ്മളിത് വിശദമായിട്ട് കണ്ട പല ഭാഗങ്ങളും ആയതുകൊണ്ടാണ് അത് പെരിഫറലി പറഞ്ഞു പോകുന്നത്. മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്. ഇതൊരു വ്യക്തിക്ക് എഴുതുന്നതാണ്, മറ്റേതൊരു വ്യക്തിക്കും കുറച്ച് പിള്ളേർക്കും എഴുതുന്നതാണ്. ഇതൊന്നും സഭകൾക്ക് അഡ്രസ് ചെയ്യുന്നതല്ല. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിൽ ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ചില ആൾക്കാർ പറയാറുണ്ട്, കണ്ടോ പ്രോസ്പെരിറ്റി തിയോളജി, യോഹന്നാൻ പ്രോസ്പെരിറ്റി തിയോളജി പറഞ്ഞു. യോഹന്നാൻ എന്തോ പറഞ്ഞത്? പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ, അതോ ശുഭമായിരിക്കുന്നു? ഷുവർ. നീ സകലത്തിൽ ശുഭമായും സുഖമായി ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനെന്താ കുഴപ്പം? നമ്മളെപ്പോഴും പറയുന്നില്ല, നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ ശുഭമായും സുഖമായി ഇരിക്കരുതെന്ന്? ഞാൻ നിങ്ങളെക്കുറിച്ച് ആരെക്കുറിച്ചും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ ഒരാളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഈ ഡിബേറ്റിങ്ങിനെ കുറിച്ച്. അപ്പോളജറ്റിക്സ് ഓൾസോ ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് ഡിബേറ്റിംഗ്. ശരിയാണ്, ഈ അപ്പോളജറ്റിക്സിന് ഗുണവുമുണ്ട് ദോഷമുണ്ട്. അതിനുവേണ്ടി വിളിക്കപ്പെട്ട ആളുകൾ അത് ചെയ്യേണ്ടി വരും. കാരണം ഇന്ന് പ്രത്യേകിച്ചും എത്തീസം, നിരീശ്വരവാദം, ഇസ്ലാമികവാദം, അതുപോലെ അനേകം സബേലിനിസം,
ഏരിയനിസം, ഇങ്ങനെയുള്ള അനേകം ദുരുപദേശങ്ങൾ ഇന്ന് ലോകത്ത് മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നമ്മുടേത് കറക്റ്റ് ആണ് എന്ന് പറയുന്ന ആളുകൾ വേണം. ഓക്കെ, പക്ഷെ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ സഭകളിൽ ശുശ്രൂഷിക്കുന്നവരും ഈവാഞ്ചലിസ്റ്റുകളും ലോകത്തുള്ള മറ്റു ഉപദേശങ്ങളുടെ തെറ്റ് ശരികൾ പ്രസംഗിക്കുന്നവരും ഇത് പരസ്പരം ഏറ്റുമുട്ടാൻ പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പരസ്പരം ഏറ്റുമുട്ടാൻ നമ്മൾ പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ഇപ്പൊ എന്നോട് ചോദിക്കുന്ന എത്രയോ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്നുണ്ട്. പക്ഷെ ഒരു ഡിബേറ്റിന് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നു. കാരണം ഇന്റലക്ച്വലി ഒരാളെ കൺവിൻസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം നമുക്ക് ഒരാളെ രക്ഷിക്കാൻ കഴിയില്ല. ഇന്റലക്ച്വലി ആരെയും കൺവിൻസ് ചെയ്ത് രക്ഷിക്കാൻ പറ്റത്തില്ല. ഇതൊന്നും ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങൾ വല്ലതാണോ ഈ ബൈബിളിലുള്ളത്? ഒരർത്ഥത്തിൽ നോക്കിയാൽ അല്ല. ആത്മാവ് തുറന്നു കിട്ടിയാലേ ഇതെല്ലാം ബുദ്ധിക്ക് നിരക്കുള്ളൂ. നമ്മുടെ ബുദ്ധിക്ക് ഇതൊക്കെ നിരക്കണമെങ്കിൽ ആത്മാവ് തുറന്നു കിട്ടണം. ആത്മാവ് തുറന്നു കിട്ടിയാൽ നമുക്ക് ഇതെല്ലാം മനസ്സിലാവും. ദിസ് ഈസ് യുക്തി നമുക്ക് മനസ്സിലാവും. പക്ഷെ യുക്തി കൊണ്ട് ബൈബിളിനെ സമീപിച്ച ഒരു വകയും മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിബേറ്റ് കൊണ്ടൊന്നും ആരും നന്നായതായിട്ട് വലിയ ചരിത്രങ്ങളൊന്നും ഇല്ല. പക്ഷെ നമ്മൾ എന്താണ് ഉപദേശമെന്ന് ദേശം അറിയണം. അപ്പൊ ചില സമയത്ത് നമുക്കത് ആ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടി വരും ആളുകൾ ചോദ്യം ചോദിക്കുമ്പോൾ. സോ അപ്പോളജറ്റിക്സിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഡിഫൻസ് ഓഫ് ഫെയ്ത്ത് ആണ്, വിശ്വാസത്തിന്റെ ഡിഫൻസ് ആണ്. ഞങ്ങൾ എന്തുകൊണ്ട്, അതിനൊരു റീസൺ പറയണം. അത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങളോട് നിങ്ങളുടെ പ്രത്യാശയുടെ കാരണം ചോദിക്കുന്നവരോട് ഉത്തരം പറയുവാൻ നിങ്ങൾ എപ്പോഴും റെഡി ആയിരിക്കണം. സോ ദർ ആർ ക്വസ്റ്റ്യൻസ് ഇൻ ദ കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റി ഉയർത്തുന്ന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ പറയാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ അതൊരു ഡിബേറ്റിംഗ് തലത്തിലേക്ക് പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ചില സമയത്ത് നിർബന്ധിതരാകാറുണ്ട്. അതിന്റെ കോണ്ടെക്സ്റ്റ് ഈ അപ്പോളജിസ്റ്റുകളോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പേഴ്സണലി ഐ ഡോണ്ട് പ്രിഫർ ദാറ്റ്. പക്ഷെ നമ്മുടെ വിശ്വാസത്തിന്റെ ഡിഫൻസ്, ഇപ്പൊ നമ്മുടെ പിള്ളേരറിയണം എന്തുകൊണ്ട് ട്രിനിറ്റി, എന്തുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നമ്മുടെ പിള്ളേരറിയണം. അത് ഡിഫൻസ് ഓഫ് അവർ ഫെയ്ത്ത്. എന്താണ് സാൽവേഷൻ ബൈ ഗ്രേസ്, സാൽവേഷൻ ബൈ ഫെയ്ത്ത് അറിഞ്ഞിരിക്കണം. നമ്മുടെ പിള്ളേരറിയണം. നാട്ടുകാരൊരു ഡിബേറ്റ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ബൈബിൾ ടീച്ചസ് us. അതറിഞ്ഞില്ലെങ്കിൽ നാളെ ചതിക്കപ്പെടും. നാളെ ഇതുപോലെ ഇപ്പൊ എന്നെ വഞ്ചിക്കാൻ ഒരാൾ വന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഓക്കെ, അതുപോലെ നമ്മുടെ പിള്ളേരുടെ എത്ര ദൈവങ്ങളുണ്ട് നിങ്ങൾക്ക്? യേശു ക്രിസ്തു ദൈവമാണോ? ചോദ്യം ചോദിക്കും ആദ്യമേ. ആണ്. ഉടനെ എത്ര ദൈവങ്ങളുണ്ട് നിങ്ങൾക്ക്? ഒരു ദൈവമുള്ളൂ. അപ്പൊ പിതാവായ ദൈവം അറിയത്തില്ല. അപ്പൊ പറയും നിങ്ങളുടെ പേരൻസ് ചതിക്കുകയാണ്. ശരിക്കും പിതാവ് മാത്രമേ ഉള്ളൂ ദൈവം. ഇങ്ങനെയാണ് ദുരുപദേശകർ പിള്ളേരെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അപ്പോളജറ്റിക്സ് ബിഗിൻസ് അറ്റ് ഹോം, ബിഗിൻസ് ഇൻ അവർ ചർച്ച്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ വെളിയിലോട്ടിറങ്ങി നാട്ടുകാരുടെ മുന്നിൽ ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ദ ഫെയ്ത്ത് വിൽ റിമെയിൻ ഇൻസൈഡ് ദം. അത് അവരെ പ്രൊട്ടക്ട് ചെയ്യും. നാട്ടുകാരെല്ലാം കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ വിശ്വാസം പഠിപ്പിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്കും ഉറപ്പുണ്ടാകാൻ വേണ്ടിയാണ്. അപ്പോളജറ്റിക്സിന്റെ ഉദ്ദേശം അതാണ്. ഓക്കെ, പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആത്മാവ് എപ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ റെസ്റ്റാണ്. നമുക്ക് അതിനകത്ത് ഒരു പ്രശ്നമില്ല. വീണ്ടും ജനിച്ചവരെ സംബന്ധിച്ച് സ്പിരിച്വൽ സെക്യൂരിറ്റി, ദർ സ്പിരിറ്റ് ഈസ് സേവ്ഡ്. നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടതാണ്. പക്ഷെ ആ മനസ്സിൽ പലപ്പോഴും ചിന്തകള്, ടെൻഷൻസ്, ആകുലതകള്, കൺസേൺസ് ഇങ്ങനെയെല്ലാം വന്നുകൊണ്ടിരിക്കും. അപ്പോ അതുകൊണ്ട് മനസ്സ് ശുഭമായിരിക്കുക എന്ന് പറയുന്നത് പ്രധാനം. നമ്മൾ സമാധാനം അനുഭവിക്കേണ്ടത് നമ്മുടെ മനസ്സിലാണ്. ആത്മാവിന് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ മൈൻഡാണ് റെസ്റ്റ്ലെസ് ആകുന്നത്. അതുപോലെ ശരീരം ആരോഗ്യമുള്ളതായിരിക്കണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം അതല്ല. പ്രോസ്പെരിറ്റി തിയോളജി നമ്മൾ എതിർക്കുന്ന ഈ വാക്യം ഇങ്ങനെ കിടക്കുന്ന അതൊരു ഫാക്ടറല്ല. കാരണം നമ്മൾ പറയുന്ന ഇത്രയേ ഉള്ളൂ, ശരീരം സുഖമായിരിക്കണം, മനസ്സിൽ എപ്പോഴും സന്തോഷമേ ഉണ്ടാകാവൂ. ഓക്കെ, അല്ലെങ്കിൽ സാമ്പത്തികമായി നമ്മൾ എപ്പോഴും വെൽ ബീയിങ് ആയിരിക്കണം. ഇങ്ങനെയൊന്നും നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് വേറെകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവമേ അവനെ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ അങ്ങനെ ആക്കണമെന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വാഗ്ദത്തമില്ല, അങ്ങനെ ഒരു ഗ്യാരണ്ടി ഇല്ല. ഓക്കെ, ഇപ്പൊ നമ്മുടെ സഭയിൽ ഒരാൾക്ക് സാലറി കിട്ടുന്നില്ല, അധ്വാനിക്കുന്നു, കർത്താവേ സാലറി കിട്ടാനിട വരണം. നീഡഡ്.
ഓക്കെ, എന്നാലേ ശുഭമായിരിക്കാൻ പറ്റുള്ളൂ ചില കാര്യങ്ങളിൽ. വി നീഡ് മണി. അപ്പൊ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അവകാശമൊന്നുമില്ല. കർത്താവ് പറയാം ഒരാഴ്ച പട്ടിണി കിടന്നോ, പട്ടിണി കിടന്നോ. കർത്താവ് പറഞ്ഞതല്ലേ. അവിടെ യേശുവിന്റെ നാമത്തിൽ പിടിച്ചു വയ്ക്കൊന്നും വേണ്ട. കർത്താവ് അനുവദിക്കുന്ന എല്ലാം നമുക്ക് നന്മയ്ക്കാം. പക്ഷെ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അതുപോലെയാണ് യോഹന്നാൻ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, സഹോദരന്മാർ വന്നു നീ സത്യത്തിൽ നടക്കുന്നുവെന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയാൻ ഞാൻ അത്യന്തം സന്തോഷിച്ചു. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നെന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. മക്കൾ അപ്പൻ ബന്ധം എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള ബന്ധമാണ്. ലോകത്തിലൊരപ്പനും ഇങ്ങനെ ചിന്തിക്കുകയില്ല, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ, അതുകൊണ്ട് എന്റെ മകൻ 9ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയാൽ മതി, എന്നേക്കാൾ വലുതാകണ്ട. തലയിരിക്കുമ്പം അങ്ങനെ ഏതെങ്കിലും അപ്പൻ പറയൂ, ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ, അതുകൊണ്ട് അവനെ 4ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നുള്ളൂ, അങ്ങനെ ഏതെങ്കിലും അപ്പം പറയൂ? പറയല്ല. ഇങ്ങനെ പറയുള്ളൂ, എനിക്ക് 10ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റുള്ളൂ ബ്രദർ, എന്റെ മക്കളെങ്കിലും കുറച്ച് പഠിച്ച് ഒരു സ്ഥാനത്ത് എത്തണമെന്നാണ് എന്റെ ആഗ്രഹം. ഇങ്ങനെയല്ലേ പറയുള്ളൂ. ആണ് അപ്പന്മാരുടെ പ്രത്യേകത. ഇതാണ്, മക്കൾ അവരെക്കാൾ വലുതാകണമെന്നാണ് അപ്പനന്മാരുടെ ആഗ്രഹം. അപ്പൊ ഇവിടെ അപ്പനെ പോലെയാണ് മക്കൾ. ഏതാ, സ്വർഗത്തിലെ പിതാവിനേക്കാളും വലിയൊരാനാർക്കും പറ്റിയല്ല, ഞാൻ പറഞ്ഞത് ലോകത്തിലെ കാര്യമാണ്. അതുപോലെ യോഹന്നാൻ പറയാണ്, നീ ശുഭമായിരിക്കുന്നതും നീ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതുമാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അതിനും വലിയൊരു സന്തോഷമില്ല. മക്കൾ സത്യത്തിൽ നടക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അവർ വളർന്നു കാണുന്നത് വലിയ സന്തോഷമാണ്. നമ്മുടെ സഭയിലെ ആണെങ്കിലും നമ്മുടെ മക്കൾ വളർന്ന് നിൽക്കുന്നത് ഭയങ്കര സന്തോഷത്തിന്റെ കാര്യമാണ്. ഓക്കെ, പലപ്പോഴും ശുശ്രൂഷകർക്ക് മറ്റുള്ളവർ വളർന്നു വരുമ്പോൾ ഇനി ഇവനെ വളർത്തരുത് എന്ന് തോന്നുന്നത് അപ്പന്റെ ചിന്ത എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. ഈ പാസ്റ്റർമാർ അപ്പന്മാരെ പോലെ ആവുകയാണെങ്കിൽ അനേകം മക്കൾ പാസ്റ്റർമാരെക്കാളും മിടുക്കന്മാരായിട്ട് വരും. പക്ഷെ നമ്മൾ അത് അനുവദിക്കില്ല. ശുശ്രൂഷയിൽ നമ്മളെക്കാൾ മുതിർന്നവർ ഉണ്ടായി വരണം. ഉണ്ടായി വരുന്നതാണ് ശരിക്കുള്ള നമ്മുടെ വിക്ടറി എന്ന് പറയുന്നത്. അതാണ് ഒരു ശുശ്രൂഷയുടെ വിജയം. ഓക്കെ, പ്രിയനെ, നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു. അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നീ അവരെ ദൈവത്തിന് യോഗ്യമാവണ്ണം യാത്ര അയച്ചാൽ നന്നായിരിക്കും. തിരുനാമ നിമിത്തമല്ലോ അവർ ജാതികളോടൊന്നും വാങ്ങാതെ പുറപ്പെട്ടത്. ആകയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാരാകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു. അപ്പൊ അവിടെ സുവിശേഷം പറയാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു ടീമായിരിക്കാം, ഒരു കൂട്ടം ആളുകളായിരിക്കാം. അവർ ജാതികളുടെ ഇടയിൽ പോയി ശുശ്രൂഷിച്ച് ഒരു പൈസ പോലും വാങ്ങിയില്ല. അതായത് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിശ്വാസികളുടെ പണം നമ്മൾ വാങ്ങാൻ പാടില്ല. സുവിശേഷ ആവശ്യത്തിന് വേണ്ടി ഒരിക്കലും ആവശ്യമില്ലത്. സുവിശേഷ ആവശ്യത്തിന് വേണ്ടി ഒരാൾ പണം തരികയാണ്, അവിശ്വാസിയാണെങ്കിൽ അവനോട് പറയണം, ഇത് നിനക്ക് മനസ്സിലാകാത്ത കാര്യമാണ്, ആദ്യം സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പൊ ജാതികളുടെ ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. സുവിശേഷം പറയാൻ വേണ്ടി പോയിട്ട് പൈസ മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ, കൺവെൻഷൻ പ്രസംഗം, പരസ്യയോഗം. അപ്പൊ നമ്മൾ സുവിശേഷം പറയുമല്ലേ, എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുമോ? അത് എന്റെ ഞങ്ങളുടെ കടമയല്ലേ, എന്റെ ഞങ്ങളുടെ വിളിയല്ലേ. ഇപ്പൊ ജാതികളുടെ ഇടയിലുള്ള ശുശ്രൂഷകൾക്ക് പണം ഈടാക്കാതെയാണ് അവർ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. ഇപ്പൊ ജാതികളുടെ നിന്ന് വാങ്ങാൻ പാടില്ല എന്നാണ് അർത്ഥം. ഓക്കെ, ആകയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാരാകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു. സഭയ്ക്ക് ഞാൻ ഒന്ന് എഴുതിയിരുന്നു, എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ദിയാത്രഫോസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അവൻ ഓർമ്മ വരുത്തും. അവൻ അങ്ങനെ ചെയ്യുന്നത് പോരാ എന്ന് വെച്ച് താൻ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല, അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. ഇതൊരു വലിയ പ്രോബ്ലമാണ്. സഭയിൽ സ്നേഹമില്ലാത്തവര് നാളെ മുതൽ സഭയിൽ വരണ്ട കേട്ടോ. എന്നോടൊരു മനുഷ്യൻ പറഞ്ഞാണ്, ആ മനുഷ്യൻ ഇവിടുത്തെ പാസ്റ്റർ ആകാനുള്ള ആഗ്രഹമാണ്. എന്റെ ഭാര്യയുടെ ഭർത്താവായിട്ട് ഞാനല്ലേ ഇരിക്കുള്ളൂ, അപ്പൊ എന്റെ സഭയുടെ പാസ്റ്ററായിട്ട് വേറൊരാൾ എങ്ങനെ ഇരിക്കും എന്നോടൊരു മുഖത്ത് ചോദിച്ചതാ. അപ്പൊ പാസ്റ്റർമാരുടെ ചിന്ത ഇത് എന്റെ സഭയാണ്, ഞാൻ തീരുമാനിക്കും ആരൊക്കെ വരണമെന്ന്, എന്നോട് പിണക്കൊള്ളണമെന്നും വരണ്ട. ഇതാണ് ദിയോത്രഫോസ്.
ഇപ്പൊ ദിയോത്രഫോസിന് ഇഷ്ടമില്ലെങ്കിൽ ആ സഭയിൽ നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ സഭകളിൽ ദിയോത്രഫോസുകൾ ഉണ്ടെങ്കിൽ വലിയ പാടാണ്. അപ്പോൾ ഇവിടെ ഞാൻ ദിയോത്രഫോസിനെ പോലെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് നിൽക്കാൻ പറ്റും. എനിക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് എതിർക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് അവൻ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചുകൊണ്ടുമാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ശുശ്രൂഷയുടെ തലമേ അതല്ല. ശുശ്രൂഷ എന്ന് പറഞ്ഞ് ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ച് ചെയ്യുന്നതല്ല, അതൊരു ദാസ്യപ്പണിയാണ്. ഓക്കെ, അപ്പോൾ ഈ സഹോദരന്മാരെ കൈക്കൊള്ളാൻ മനസ്സുള്ളവരെ വരെ അവൻ പുറത്താക്കി കളയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സുവിശേഷ വേലയോടും ഈ ദിയോത്രഫോസ് വിരോധമാണ് കാണിക്കുന്നത്. അപ്പൊ സഭയില് പലതരം ദുരുപദേശങ്ങളുണ്ടെന്ന് മാത്രമല്ല, വളരെ കൊടിയ വഞ്ചകരായ ശുശ്രൂഷകരും സഭയ്ക്കകത്ത് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന വേദനാജനകമായ കാര്യം. ഈ കൊടിയ ദുഷ്ട സ്വഭാവമുള്ളവർ, സ്നേഹിക്കാൻ പറ്റാത്തവർ, അഭിനയിക്കുന്നവർ, ഇതൊക്കെ വളരെ കട്ടിയുള്ള പ്രയോഗങ്ങളാണ്. പക്ഷെ കർത്താവിന്റെ ആത്മാവില്ലാത്തവരാണ്. കർത്താവിന്റെ ആത്മാവെന്ന് പറയുന്നത് ഹംബിൾ സ്പിരിറ്റ്. കർത്താവ് പറയാൻ താഴ്മയുള്ളവനായതുകൊണ്ട് എന്നിൽ നിന്ന് പഠിക്കാനാണ്. സോ ഹംബിൾനെസ് ഈസ് സംതിങ് ദാറ്റ് വി ലേൺ ഫ്രം ദ ലോർഡ്. അത് നമ്മൾ ആരും റിയലി ഹംബിൾ അല്ല, അത് വേറെ കാര്യം. പക്ഷെ കർത്താവ് ഉള്ളിൽ വസിക്കുമ്പോൾ നമുക്ക് വേറൊരാളുടെ മേൽ കർത്തൃത്വം നടത്താനോ രാജത്വം നടത്താനുള്ള അധികാരമില്ല. വി സബ്മിറ്റ് ബിഫോർ ദ ത്രോൺ, എവ്രി വൺ. ഓക്കെ, പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. ഇതൊക്കെ മോറലി ഒരു മകന് കൊടുക്കുന്ന അഡ്വൈസസ് ആണ്. കൺക്ലൂഡ്സ് വിത്ത് ദീസ് അഡ്വൈസസ്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. ദെമേത്രിയോസിന് എല്ലാവരാലും സത്യത്താൽ തന്നെയും സാക്ഷ്യം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ സാക്ഷ്യം പറയുന്നു, ഞങ്ങളുടെ സാക്ഷ്യം സത്യമെന്ന്. അപ്പൊ ഒരു ദിയോത്രഫോസും ഉണ്ട്, ഒരു ദെമേത്രിയോസും ഉണ്ട്. ഇവർ രണ്ടുപേരും രണ്ട് എക്സ്ട്രീമാണ്. ഓക്കെ, എഴുതി അയപ്പാൻ പലതും ഉണ്ടായിരുന്നുവെങ്കിലും മഷിയും തൂവലും കൊണ്ട് എഴുതുവാൻ എനിക്ക് മനസ്സില്ല. വേഗത്തിൽ നിന്നെ കാണുവാൻ ആശിക്കുന്നു, അപ്പോൾ നിനക്ക് മുഖാമുഖമായി സംസാരിക്കാം. നിനക്ക് വന്ദനം. സ്നേഹിതന്മാർ നിനക്ക് വന്ദനം ചൊല്ലുന്നു. സ്നേഹിതന്മാർക്ക് പേരുപേരായി വന്ദനം ചൊല്ലുക. എല്ലാ സ്നേഹിതന്മാരെയും പേര് വിളിച്ചിട്ട് അവർക്ക് എല്ലാവരെയും ഈ വന്ദനം അറിയിക്കുക എന്ന് പറഞ്ഞ് ഇതിവിടെ അവസാനിപ്പിക്കുന്നു. ഇപ്പൊ യോഹന്നാന്റെ ലേഖനങ്ങൾ എല്ലാം കൂടെ നമ്മൾ ചുരുക്കത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന് ഉപദേശത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. ആ ഉപദേശത്തിൽ നിൽക്കുന്ന ഒരാള് വിശ്വാസത്തിന്റെ വിശുദ്ധീകരണത്തിൽ നിന്നുണ്ടാകുന്ന അനുസരണത്തിലേക്ക് നടക്കും. ആ അനുസരണമാണ് ദൈവത്തിന് പ്രസാദമുണ്ടാകുന്ന ഫലം. ദൈവത്തിന് ഫലം കായ്ക്കുമാറ് കർത്താവ് നമ്മളിൽ വസിച്ച് പുറപ്പെടുവിക്കുന്ന ദൈവിക ഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും. ഇതാണ് യോഹന്നാൻ പൊതുവെ നമ്മോട് പറയുന്ന കാര്യം. ഒന്ന് സ്നേഹമെന്ന കൽപ്പന, മറ്റൊന്ന് ദുരുപദേശങ്ങളുടെ വഞ്ചന. ഓക്കെ, ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട യോഹന്നാന്റെ ലേഖനത്തിലെ വിഷയങ്ങൾ. ഇപ്പൊ ക്രിസ്തു ഇല്ലാത്ത ഒരു കൂട്ടം, ക്രിസ്തുവിനെ നിഷേധിക്കുന്നവരുടെ ഒരു കൂട്ടം, എതിർ ക്രിസ്തു അവരിൽ നിന്നാണ് വരുന്നത്. അവൻ ക്രിസ്തു ആണെന്ന് പറഞ്ഞ് പറയണമെങ്കിൽ അവർ ക്രിസ്തുവിനെ പ്രതീക്ഷിക്കുന്നവരായിരിക്കണം. അവർ ഇപ്പോൾ നമ്മൾ ക്രിസ്തു എന്ന് ഉയർത്തുന്ന ദൈവപുത്രനെ എതിർക്കുന്നവരുമായിരിക്കണം. അപ്പൊ എതിർ ക്രിസ്തു വരണമെങ്കിൽ അവിടെ നിന്ന് മാത്രമേ വരാൻ പറ്റൂ. കാരണം ദേ ഷുഡ് ബി എക്സ്പെക്ടിങ് എ ക്രൈസ്റ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ വെളിപ്പെട്ട ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവരുമായിരിക്കണം. എങ്കിൽ മാത്രമേ എതിർ ക്രിസ്തുവിനെ വാഴാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ച് യോഹന്നാന്റെ ലേഖന പഠനം അവസാനിപ്പിക്കും. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച എല്ലാ പാഠങ്ങൾക്കായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളിൽ അങ്ങയുടെ ശക്തി അനുഭവിക്കാൻ സഹായിക്കണമേ. ഞങ്ങൾക്ക് സ്നേഹമില്ലാത്ത വരണ്ട സ്ഥലങ്ങളിൽ കർത്താവെ അങ്ങയുടെ സ്നേഹം ഞങ്ങളെ ജീവിപ്പിക്കണമേ. ഞങ്ങളുടെ ചുറ്റും വരുന്നവരും കാണുന്നവരെല്ലാം ഞങ്ങളുടെ ബലഹീനതകൾക്കപ്പുറത്ത് കർത്താവെ അങ്ങയുടെ ശക്തി കാണണമേ. കർത്താവെ അങ്ങയുടെ ആത്മാവ് ദൈവമേ ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നിധി ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.